തുടങ്ങാം. നോക്കിയിട്ട് എല്ലാ പെർസെൻറ്റേജിന്റെ ആൻസർ കണ്ടോ? കണ്ടവര് വീഡിയോയിലുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യാം. അല്ലാതെ ചെയ്ത ആളുകൾ ഡ്രിങ്കോഡു സ്ട്രിങ്കോഡു ഫ്രിങ്കോഡു എന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേക്കാം കേട്ടോ. ഡ്രിങ്കോഡു ഫ്രിങ്കോഡു സ്ട്രിങ്കോഡു ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേക്കുക. വീഡിയോയിൽ വന്നവരിങ്ങനെ ജസ്റ്റ് ഓക്കെ ഹാൻഡ് ഷേക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഗുരുശാപം ഉണ്ടാവുക പറഞ്ഞില്ല അവരുണ്ടാവും. ഡ്രിങ്കോഡു സ്ട്രിങ്കോഡു ഫ്രിങ്കോഡു. Yeah. Ding, 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 ding. Yeah, we'll see. നമ്മൾ മാത്തമെറ്റിക്കൽ റീസണിങ്ങിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQs ആണ് നോക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ PYQs നോക്കുമ്പോൾ എങ്ങനെ ചെയ്യലെന്ന് ചോദിച്ചാൽ, ആദ്യം പെർസെൻറ്റേജിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ, PYQ ആണല്ലോ, 10 ക്വസ്റ്റ്യൻ 5-8 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് ചെയ്യും. പിന്നെ ആവറേജിൻ്റെ 5-8 ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമല്ല, പെർസെൻറ്റേജിൻ്റെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, ആവറേജിൻ്റെ 1 ഉള്ളൂ, ഏജിൻ്റെ 3 ഉള്ളൂ, ഡയറക്ഷൻ്റെ 4 ഉള്ളൂ. അങ്ങനെ കഷ്ണം കഷ്ണമായിട്ടാണുള്ളത്. പിന്നെ കുറേ മിക്സഡ് ഫ്രാക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും കുറേ നമ്പർ സീരീസ് സംഭവങ്ങൾ കാര്യങ്ങൾ ഒക്കെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് സാധാ PYQ ഡിസ്കഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് സാധാ PYQയിൽ എപ്പോഴും ലേറ്റസ്റ്റ് PYQൻ്റെ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് മാത്രം ഒരു വീഡിയോ, ആവറേജ് ക്വസ്റ്റ്യൻ മാത്രം വീഡിയോ, അങ്ങനെ ഉണ്ടാവുക. ഇവിടെ നമ്മൾ അങ്ങനെ ആവണമെന്നില്ല. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിരിക്കും. ഇപ്പോൾ പാർട്ട് 1 ആണെന്ന് ഇനി ചിലപ്പോൾ പെർസെൻറ്റേജിലൊന്നും ചെയ്യും, ആവറേജിലും ചെയ്യും, ഏജിലും ചെയ്യും, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഞാൻ ഉദ്ദേശം ക്ലിയർ ആയി എന്ന് കരുതുന്നു, കാരണം അത്ര ഡൈവേഴ്സ് ആയിട്ടാണ് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്ലാസ്സിന് കറക്റ്റ് ടൈമിലൊക്കെ കയറാതെ എപ്പോഴൊക്കെ കയറി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ചാറ്റ് ബോക്സ് കയറി നോക്കിയാൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അല്ലേ? യാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. പെർസെൻറ്റേജ്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജിലെ ക്വസ്റ്റ്യൻ ആണ്. സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ, ഈ പെർസെൻറ്റേജ് റേഷ്യോ ഒക്കെ ഒരു പരിധി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സഡ് ഒക്കെ ആയിട്ടുള്ളത്. ഇത് റേഷ്യോൻ്റെ, ഇത് പെർസെൻറ്റേജ്, ഇത് റേഷ്യോ, അങ്ങനെയൊക്കെ വന്നേക്കാം. ബട്ട് ബേസിക്കലി ഇതാണ്: അറേഞ്ച് ദ ഫോളോയിങ് ഹൗസ് ഹോൾഡ്സ് ABCD in terms of increasing percentage of expenditure to their income. Increasing percentage of expenditure to income എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻഡിച്ചർ ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ് എത്രയാണോ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക. അപ്പം എക്സ്പെൻഡിച്ചറോ ഇൻകോ ഏതോ ഒന്നാണ് അടിയിൽ എഴുതേണ്ടത്, ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. അപ്പോൾ അതിൽ ഏതാണ് ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്? ഇങ്ങനെ ആലോചിച്ചാൽ മതി. 2 എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് ഡിനോമിനേറ്ററിൽ എഴുതേണ്ടി വരിക. സോറി 2 എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2 ഇങ്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് എഴുതേണ്ടി വരിക എന്ന് ചോദിച്ചാൽ, ബേസിക്കലി വിൽ ബി ഹാവിങ് ഡിനോമിനേറ്ററിൽ എഴുതേണ്ടി വരിക ഇൻകമാണ് ഡിനോമിനേറ്ററിൽ എഴുതേണ്ടി വരിക. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് 4 എന്ന് പറയുന്നത് 5ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 4 5ൻ്റെ എത്ര പെർസെൻറ്റേജാ? 4 5ൻ്റെ എത്ര പെർസെൻറ്റേജാ? 4 is what percentage of 5? Yeah.
4 is 80% of 5. അതെങ്ങനെ കിട്ടണേ? അത് ആലോചിച്ചാൽ കിട്ടും, അല്ലെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 5ൻ്റെ അല്ലേ? 5 എന്ന് പറഞ്ഞാൽ 100%. അപ്പോൾ 10% എത്ര? 0.5 അല്ലേ? അപ്പോൾ 4 എത്ര 0.5 ഉണ്ട്? 4 8.5 ഉണ്ട്. അപ്പോൾ 80%. അങ്ങനെ ആലോചിക്കാം. ഇനി അടുത്തത് 4.5 എന്ന് പറഞ്ഞാൽ 6ൻ്റെ എത്ര ശതമാനം? 4.5 എന്ന് പറഞ്ഞാൽ 6ൻ്റെ എത്ര ശതമാനം? ആറിൻ്റെ 50% എന്ന് പറഞ്ഞാൽ പകുതി 3. 25% എന്ന് പറഞ്ഞാൽ 3ൻ്റെ പകുതി 1.5. 3ഉം 1.5 ആണ് 4.5. സോ വി ഹാവ് 75%. 75%. ഇനി 5 എന്ന് പറയുന്നത് 8ൻ്റെ എത്ര ശതമാനം? ഓക്കെ, 5 എന്ന് പറയുന്നത് 8ൻ്റെ എത്ര ശതമാനമാണ്? അഞ്ച് എന്ന് പറയുന്നത് 8ൻ്റെ എത്ര ശതമാനം? We have 62.5. ഇനി 3.2 എന്ന് പറഞ്ഞാൽ 4.8ൻ്റെ എത്ര ശതമാനം? 2/3 ആണല്ലേ? 2/3 എന്ന് പറയുമ്പോൾ 66.6%. അപ്പോൾ നമ്മൾ ഓരോന്നും കണ്ടു. എ എന്ന് പറഞ്ഞാൽ 80% ആണ്, ബി എന്ന് പറഞ്ഞാൽ 75% ആണ്, സി എന്ന് പറഞ്ഞാൽ 62.5% ആണ്, ഡി എന്ന് പറഞ്ഞാൽ 66.6% ആണ്. ഓക്കെ, 66.6% ആണ്. ഓക്കെ, ഡി എന്ന് പറയുമ്പോൾ 66.6% ആണ്. ഓക്കെ എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എഴുതുക സി ആണ്, രണ്ടാമതായിട്ട് നമ്മൾ എഴുതുക ഡി ആണ്, മൂന്നാമതായിട്ട് നമ്മൾ എഴുതുക ബി ആണ്, നാലാമതായിട്ട് നമ്മൾ എഴുതുക എ ആണ്. സി ബി ഡി എ. ആഹാ, സി ഡി ബി വാല്യൂ എടുക്കാൻ വേണോ? ഇ എ സി ഡി അല്ലേ? ഓക്കെ പോട്ടെ. Yeah, basically, so this will be the way. So we have 80%, 75%, 62.5%, 66.6%. This is the increasing order. Okay, this is a increasing order C, D, P, A. Yeah, option C. പെർസെൻറ്റേജ് എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ബേസിക്കലി നമ്മളെ കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു കണക്ഷൻ, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കണക്ഷൻ പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുമില്ല. 4/5 × 100 ചെയ്താൽ മതി 80 കിട്ടും. 4.5/6 ചെയ്താൽ മതി 75 കിട്ടും. 5/8 ചെയ്താൽ മതി 100 ചെയ്താൽ മതി 62.5 കിട്ടും. 3/2/4/8 × 100 ചെയ്താൽ മതി 66.6 കിട്ടും. ബേസിക്കലി ഈ പെർസെൻറ്റേജ് കാണുന്നതിൽ എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ പണ്ടേ നമുക്കറിയുന്ന പെർസെൻറ്റേജ് കാണുന്ന ഇക്വേഷൻ ഇട്ടങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ചെയ്ത് ഇങ്ങനെ അത് കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാണെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ question 1 വിൽ ബി ഹാവിങ് ഓപ്ഷൻ സി ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ സമയം എടുത്ത് സ്ലോലേ ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ. ആകെ നമുക്ക് 19 ക്വസ്റ്റ്യനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാത്തമാറ്റിക്കൽ റീസണിങ്ങിലുള്ളൂ. നമുക്ക് മതിയായ ദിവസങ്ങളുണ്ട്, നമ്മൾ സമയം എടുത്തിട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് ടുവാർഡ്സ് എൻഡ്. പെർസെൻറ്റേജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഒറ്റ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. Now we have a question directly from the average. എന്താണ് average? The average of the ages of 3 persons ABC is 45 years and the average age of ACD is 51 years. If the age of D is what is age of B? Just ഒന്ന് കാണാം. What will be the answer? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആവറേജ് ഏജ് ഓഫ് ദ 3 പേഴ്സൺ ABC ഈസ് 45 years. ഓക്കെ, ആവറേജ് ഏജ് ഓഫ് ACD ഈസ് 51 years. ഡീൻ്റെ വയസ്സ് 56 years. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബീൻ്റെ വയസ്സാണ്. ഓക്കെ, ബീൻ്റെ വയസ്സാണ്. നമുക്കിത് കാണാൻ പറ്റും യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് ടോട്ടൽ വാല്യൂ. ഓക്കെ, ടോട്ടൽ വാല്യൂ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക.
അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബി സിയുടെ ആവറേജ് 45 അല്ലേ? അവിടെ നമുക്ക് തന്നിട്ടുള്ളത് ആവറേജ് ഓഫ് എ ബി സി 45 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ വാല്യൂ ഓഫ് എ ബി സി ബൈ 3 ആണ് ഈ 45 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടോട്ടൽ വാല്യൂക്ക് പകരം ഞാൻ ഇവിടെ ഏജ് ആയതുകൊണ്ട് ഏജ് എന്ന് എടുക്കുന്നേ. ടോട്ടൽ ഏജ് ഓഫ് എ ബി സി എന്ന് പറയുമ്പോൾ 3 × 45 എന്ന് പറയുമ്പോൾ 135. 3 × 45, ഓക്കെ, വി ഹാവ് 135. ഇനി ഇവിടെ അതേപോലെ എ സി ഡി തന്നിട്ടുണ്ട്. ടോട്ടൽ ഏജ് ഓഫ് എ സി ഡി എത്ര പറഞ്ഞത്? 51. 3 × 51 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 51 എത്ര? 153. അപ്പൊ എന്ത് കിട്ടി? എയും സിയും ഡിയും കൂടി കൂട്ടിയാൽ 153 എന്ന് കിട്ടി. പക്ഷെ ഡീൻ്റെ എത്ര തന്നിട്ടുണ്ട്? 56. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ ആൻഡ് സിന്റെ വാല്യൂ ഓഫ് എ ആൻഡ് സി എന്ന് പറഞ്ഞാൽ, ഓക്കെ, വാല്യൂ ഓഫ് എ ആൻഡ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 153 ഡീൻ്റെ വാല്യൂ ആയിട്ടുള്ള 56 കുറക്കുക 97. ഓക്കെ, അപ്പം വാല്യൂ ഓഫ് എ ആൻഡ് സി എന്ന് പറഞ്ഞാൽ വി ഹാവ് ഇറ്റ് as 98. ഇനി നമുക്ക് കാണേണ്ടത് വാല്യൂ ഓഫ് ബി ആണ്. നമുക്ക് എന്തറിയാം? വാല്യൂ ഓഫ് ഇവിടുന്ന് എ ബി ആൻഡ് സി ഈസ് 135. അപ്പൊ വാല്യൂ ഓഫ് ബി എന്താ? 135 വാല്യൂ ഓഫ് എ ആൻഡ് സി കുറച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ 135 കുറക്കണം 97 എന്ന് പറഞ്ഞാൽ 38. 135 കുറക്കണം 97 എന്ന് പറഞ്ഞാൽ വി ഹാവ് 38. ഓക്കെ, വി ഹാവ് 38 as a correct answer here. ഓക്കെ, ക്ലിയർ ആണോ? ബേസിക്കലി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ നമ്മുടെ ടോട്ടൽ വാല്യൂവിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടോട്ടൽ വാല്യൂവിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആവറേജ് ഓഫ് ദ ഏജസ് ഓഫ് 3 person എ ബി സി is 45 years ആൻഡ് ആവറേജ് ഏജ് ഓഫ് എ സി ആൻഡ് ഡി is 51 years. അപ്പോൾ നമുക്ക് 3നെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ഒരു ടോട്ടൽ വാല്യൂ കിട്ടും. 3നെ 51 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ഒരു ടോട്ടൽ വാല്യൂ കിട്ടും. ഡി ഓൾറെഡി തന്നത് കൊണ്ട് ഇതിൻ്റെ ടോട്ടൽ വാല്യൂന്ന് ഡീൻ്റെ വാല്യൂ കുറച്ചാൽ എസിൻ്റെ വാല്യൂ കിട്ടും. ഈ എസിൻ്റെ വാല്യൂ എ ബി സി എന്ന് കുറച്ചാൽ ബീൻ്റെ വാല്യൂ കിട്ടും. സോ ബേസിക്കലി നിങ്ങൾ ആദ്യം അതാണ് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റേണ്ടത്. ചോദ്യം ഒന്നും ഏത് കണക്കും ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്യാനാണ് നിങ്ങൾക്ക് ഓക്കെ പറ്റേണ്ടത് എന്നുള്ളതാണ് ഓക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. സോ ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ടു clear. Okay, moving to the next question. Directions. ഡയറക്ഷനിൽ നമ്മൾ പറഞ്ഞ തിയറി ഓർമ്മ ഉണ്ടല്ലോ. ദിസ് ഈസ് നോർത്ത്, ദിസ് ഈസ് സൗത്ത്, ദിസ് ഈസ് വെസ്റ്റ്, ദിസ് ഈസ് ഈസ്റ്റ്. ഇത് പിന്നെ നോർത്ത് ഈസ്റ്റും, ഇത് പിന്നെ നോർത്ത് വെസ്റ്റും, ഇത് പിന്നെ സൗത്ത് വെസ്റ്റും, ഇത് പിന്നെ സൗത്ത് ഈസ്റ്റും. ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ക്ലോക്ക് കറങ്ങുന്ന ഡയറക്ഷൻ. അങ്ങനെയല്ല ക്ലോക്ക് ഇറങ്ങാം. ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ക്ലോക്കിന്റെ എതിരെയുള്ള ഡയറക്ഷൻ. ഇതാണ് ഇതിന്റെ ബേസിക് തിയറി. Question 1. A woman walks 70 meters to the south of her house. She then turns left and walks 30 meters and then again turning to north she walks 40 meters. Now she walks towards her house. In which direction is she walking? എന്തായിരിക്കും? A woman walks 70 meters to the south of her house. She then turns left and walks 30 meters and then again turning to north she walks 40 meters. Now she walks towards her house. In which direction is she walking now?
ഓക്കെ, നമുക്ക് ചിത്രം വരച്ച് വെക്കാം. എ വുമൺ വാക്സ് 70 meters ടു ദ സൗത്ത്. ഇപ്പൊ കറക്റ്റ് സെന്ററിൽ നിന്ന് തുടങ്ങും. 70 meters ടു ദ സൗത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ മനസ്സിലാക്കാം, ഇവിടെ മീറ്റർ 70-30 ഒന്നും ഒരു പ്രസക്തിയില്ല. കാരണം ഡയറക്ഷൻ ആണ് ആൻസർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഡയറക്ഷൻ ആണ് ആൻസർ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതേസമയം ശ്രദ്ധിക്കേണ്ടത് ഈ 70 കറക്റ്റ് റെഡി ആയിട്ടില്ലെങ്കിൽ പോലും, ഇപ്പൊ ഇതിൽ നമ്മളിങ്ങനെ നോക്കുക, ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്താന്ന് വെച്ചാൽ ഞാൻ വരക്കുന്ന പച്ച കാണുന്നുണ്ടല്ലോ അല്ലേ? അല്ലാതെ ഞാൻ ഇത് ജനറൽ നമ്മളെ ഡയറക്ഷൻ ആണെന്നുള്ളതും റെഡ് നമ്മളെ ആള് പോകുന്ന ഡയറക്ഷൻ ആണെന്നുള്ളതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. ഓക്കെ, നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഈ 70 മീറ്റർ 40 മീറ്റർ 30 മീറ്റർ എന്നുള്ളത് കറക്റ്റ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ്. എന്താണ്? 40 മീറ്ററിന്റെ വര 30 മീറ്ററിനേക്കാളേറെ വലുതായിരിക്കണം. 70 മീറ്ററിന്റെ വര 40 മീറ്ററിനേക്കാളേറെ വലുതായിരിക്കണം. പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഇതാണ്. അതെന്തുകൊണ്ടറിയോ? ഇതിപ്പം ഇയാളിപ്പോൾ 70 മീറ്റർ അല്ല ഇങ്ങോട്ട് വന്നത്. സപ്പോസ് ഇയാള് ലെഫ്റ്റിലേക്ക് വന്നു എന്ന് പറയാം. എന്നിട്ട് അയാള് 20 മീറ്റർ പോയി എന്ന് പറയുമ്പം 70 മീറ്റർ 100 മീറ്റർ പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് 100 എഴുതിയാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ ഇപ്പോഴും ഉള്ളത് എവിടെയാണ്? സൗത്ത് ഈസ്റ്റിലാണ്. പക്ഷെ 100 എന്ന് പറയുമ്പോൾ 70ന്റെ മുകളിൽ ഇവിടെ എത്തുമ്പോൾ അയാൾ നോർത്ത് ഈസ്റ്റിലായി. ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അതായത് വരക്കുന്ന സമയത്ത് 70 മീറ്റേഴ്സിന് എത്ര വര? ഇത്രയേ ഉള്ളൂ. 70 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം എങ്ങനെ ആയിരിക്കണം, 40 എന്ന് പറഞ്ഞാൽ ഏകദേശം എങ്ങനെ ആയിരിക്കണം, 30 എന്ന് പറഞ്ഞാൽ ഏകദേശം എങ്ങനെ ആയിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ 70 എക്സാക്ട് 70 സെന്റിമീറ്റർ എന്നുള്ളതോ അത് ഒരു കോമൺ സെൻസ് വെച്ച് വരക്കുക എന്നുള്ളത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നതിനനുസരിച്ച് 70 മീറ്റർ അങ്ങോട്ട് പോയി, 30 മീറ്റർ ഇങ്ങോട്ട് പോയി, 40 മീറ്റർ ഇങ്ങോട്ട് പോയി, 5 മീറ്റർ ഇങ്ങോട്ട്, ഇതൊക്കെയാണ് 70ന്റെ വലുപ്പതാണ്, 40ന്റെ വലുപ്പതാണ്. അങ്ങനെ വരച്ച ആകെ പണിക്കോളും. ഓക്കെ, അവർ ഒരു പ്രൊപ്പോർഷനേറ്റ്ലി നമ്മളൊരു കോമൺ സെൻസ് വെച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ ഉദ്ദേശം മനസ്സിലായി എന്ന് കരുതുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഇപ്പം എന്തായേ? ഇവിടെ എന്തൊക്കെ ആയിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പം വുമണ് 70 എന്നൊന്നും അവിടെ എഴുതി വെച്ചാളി. നിർബന്ധം ഉണ്ടായിട്ടല്ല, നമുക്ക് അതിനേക്കാളേറെ വലുതാണ് അടുത്ത വരക്കുന്നതെന്ന് ഉറപ്പുവരുത്താനേ. സോറി, 70ന്റെ മുകളിലാണെങ്കിൽ 70 മീറ്റർ സൗത്തിലേക്ക് പോയി. പരമാവധി നേരെ വരയ്ക്കുക. ഓക്കെ, വളയാതെ വരക്കാൻ ശ്രമിക്കാം. ഷീ ടേൺസ് ലെഫ്റ്റ്. അപ്പൊ ലെഫ്റ്റ് എന്ന് പറയുമ്പം ഇങ്ങോട്ട് നടന്നു വരുന്ന ഒരാളുടെ ലെഫ്റ്റ് എന്ന് പറയുമ്പം ഇതാണ്. എന്നിട്ട് 30 മീറ്ററാണ് പോയത്. 30 മീറ്റർ പോയി. Then again turning to north. Okay, then again turning to north. നോർത്തിലേക്ക് ടേൺ ചെയ്തിട്ട് ഓക്കെ അവരെന്ത് പോയി? 40 മീറ്റർ പോയി. ഓക്കെ, 40 മീറ്റർ പോയി. ഓക്കെ, നോർത്തിലേക്ക് ടേൺ ചെയ്തിട്ട് അവര് ഓക്കെ 40 മീറ്റർ പോയി. 40 മീറ്റർ പോയി. സോ വാട്ട് വിൽ ബി ദ ആൻസർ? She returns left. A woman walks 70 meters to the south of her house. She then turns left and walks 30 meters and then again turning to the north. She was 40. Okay, പോട്ടെ. ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലല്ലേ? Now she walks towards her house. ഈ പോയിന്റിൽ നിന്ന് അവർ നടക്കുന്നത് ഓക്കെ towards her house ആണ്. ആ ഡയറക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. അവരിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളതല്ല. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ആണ് അല്ലേ? എങ്ങോട്ടല്ലേ പോണ്? ദാറ്റ് ഈസ് നോർത്ത് വെസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനുള്ളത് സൗത്തിന്റെ ഈ അഗാധതയിലാണെങ്കിൽ പോലും ഇങ്ങോട്ടാണ് ഞാൻ നടന്നു പോകുന്നതെങ്കിൽ ഞാൻ പോകുന്ന ഡയറക്ഷൻ നോർത്താണ്. മറിച്ച് ഇപ്പൊ എവിടെയാണ് ഉള്ളത് എന്നാണ് ചോദ്യമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു സൗത്ത് ഈസ്റ്റിലാണ്. മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. ചിലപ്പം ദേ മേ ആസ്ക് എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓർ ഡയറക്ഷണൽ പൊസിഷൻ ഓഫ് ദ വിമൺ ഇൻ കമ്പയർ ടു ഹർ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ദാറ്റ് ഈസ് ഷീ ഈസ് ഇൻ ദ പൊസിഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ്.
But if the question is towards which direction she had to move so as to reach her home എന്ന് പറയുമ്പം we have it as northwest. Okay, northwest. I hope it's clear. അപ്പം ആ ലാസ്റ്റ് പോയിന്റ് കൂടി ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഷീസ് വാക്ക്, ഇനി എങ്ങോട്ടാണ് വാക്ക് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ചോദിക്കും. അപ്പം ആ ഒരു ആസ്പെക്ട് കൂടി മനസ്സിലാക്കണം. സോ വിൽ ബി ഹാവിങ് ഓപ്ഷൻ ഡി, നോർത്ത് വെസ്റ്റ് as a correct answer. Okay, option D, northwest as a correct answer. Moving to question number 4. A man is facing north direction. He turns 90 degrees in anti-clockwise direction and then 135 degrees in the same direction. He then turns 270 degrees in the clockwise direction. Which direction man facing now? ഇതിൽ ആദ്യം മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെ ഇതിനെ ഡയറക്ഷൻ ആയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ 90 ഡിഗ്രി എന്ന് പറയാം. 90 ഡിഗ്രി എന്ന് പറയാം. അങ്ങനെ ഇത് ഓരോന്നും 90 ആയിരിക്കും അല്ലേ? ഇതിൻ്റെ ഈ ഹാഫ് ഉണ്ടല്ലോ, ഈ ഹാഫിനെയാണ് നമ്മൾ 45 എന്ന് പറയാം. അത് എല്ലാത്തിൻ്റെയും ഹാഫ് 45 തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, എല്ലാത്തിൻ്റെയും ഹാഫ്, അതായത് ഈ ഹാഫ് 45 ആയിരിക്കും, ഈ ഹാഫ് 45 ആയിരിക്കും, ഇവിടെയുള്ള ഈ ഹാഫ് 45 ആയിരിക്കും, ഇവിടെയുള്ള ഹാഫ്, ഇവിടെയുള്ള ഹാഫ്, ഇവിടെ മൊത്തം എല്ലാ ഹാഫുകളും, ഓക്കെ, എല്ലാ ഹാഫുകളും വിൽ ബി ഹാവിങ് 45. ഇല്ലല്ല, സൈഡ് ഞാൻ മാറ്റിയതല്ല, ഞാൻ നിങ്ങൾക്ക് ഈ ആംഗിൾ പഠിപ്പിക്കാൻ വേണ്ടി പിറകോട്ടാക്കിയതാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്ത് പോയിട്ട് കളിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. ഐ എം ജസ്റ്റ് എത്രയാണ് ആംഗിൾ എന്ന് പഠിപ്പിക്കുകയാണേ. ഓക്കെ, ക്വസ്റ്റ്യൻ പഠിപ്പിക്കുകയല്ല. ഓക്കെ, ഇതിനാണ് 45 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇതിനെ നമുക്ക് ഈ ടോട്ടൽ ആയിട്ടുള്ളതിനെ നമ്മൾ 180 ഡിഗ്രി എന്ന് പറയും. അതായത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ എന്തോ ഒരു സ്കൂളിൽ ഒരു സാധനം ഒരു സാധനം ഉപയോഗിക്കില്ല, പ്രൊട്രാക്ടർ എന്നല്ലേ അതിൻ്റെ പേര്, ആ സാധനം, അത് പ്രകാരമുള്ള ഇതാണ് 80. ഇനി ഞാൻ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ വരികയാണെങ്കിൽ അതിനെയാണ് 270 എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് തുടങ്ങിയിട്ട് ഞാൻ അതുവരെ എത്തണമെങ്കിൽ അതിനെയാണ് 360 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ 360 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്നുകൂടി ക്ലാരിറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ, ക്ലാരിറ്റി ആയിട്ടെന്നല്ല, നമുക്കറിയാം ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് പോകുന്ന ഡയറക്ഷനിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് പോകുന്ന ഓപ്പോസിറ്റ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ 45 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്തുമ്പോൾ 45 ഡിഗ്രി എന്നാണ്. ഇനി ഞാൻ 90 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഈ സഞ്ചരിച്ച സാധനം, ഓക്കെ, ഇതാ ഇവിടെ എത്തുമ്പോൾ അതിനെ നമുക്ക് 90 ഡിഗ്രി എന്ന് പറയും. ഞാൻ 135 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ 90ലേക്ക് 45 കൂടി കൂട്ടിയതാണ്. ഇവിടുന്ന് ഇങ്ങനെ ഇവിടുത്തെ സെൻറ്ററിൽ എത്തുമ്പോൾ ഞാൻ 135 ഡിഗ്രി സഞ്ചരിച്ചു. ഞാൻ 180 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അത് ഇവിടെ എത്തുമ്പോൾ 180 ഡിഗ്രി സഞ്ചരിച്ചു. ഞാൻ 225 ഓക്കെ ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയുമ്പം ഇവിടെ ഈ പകുതിയിലെത്തും. 225 കിട്ടുന്നത് 150ക്ക് 45 കൂട്ടുന്നത്. 270 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എത്തും. 315 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എത്തും. ഓക്കെ, 360 ഡിഗ്രി സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എത്തും. ഇത്രയാണ് ഡിഗ്രി സഞ്ചരിച്ച ആസ്പെക്റ്റിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ടാവുക. ഓക്കെ, ഡിഗ്രി സഞ്ചരിച്ച ആസ്പെക്റ്റിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ടാവുക. ഓക്കെ, ഇത്രയാണ്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഡിഗ്രി എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. എന്താണ് ഇനി ഇതാണ് ക്വസ്റ്റ്യൻ. ട്രൈ ടു ഡു. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യാൻ ശ്രമിക്കാം. A man is facing north direction. He turns 90 degrees in the anti-clockwise direction and then 135 degrees in the same direction. He then turns 270 degrees in the clockwise direction. Which direction is a man facing now?
അപ്പോൾ 90 ഡിഗ്രി എങ്ങനെ വരക്കാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 135 ഡിഗ്രി എങ്ങനെ വരക്കാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 270 ഡിഗ്രി എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ചിലത് ക്ലോക്ക് വൈസും ചിലത് ആൻറ്റി ക്ലോക്ക് വൈസും ആണ്. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എങ്ങോട്ട് ഇനി എന്നുള്ളത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അത് ആലോചിച്ചാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ, അപ്പം വല്ല ക്ലോക്ക് ആലോചിച്ചാൽ മതി. ഓക്കെ, ക്ലോക്ക് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നോക്കി പഠിക്കണം എന്നില്ല. ഓക്കെ, ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് നോക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. North, south, east, west. Okay. A man is facing north direction, which means a man is facing north direction. He turns 90 degrees in the anti-clockwise direction. Okay, 90 degrees in the anti-clockwise direction. Anti-clockwise എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ക്ലോക്കിൻ്റെ എതിരെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ 90 വരുമ്പോൾ now he is facing west. West ആണ്. Okay. Then 135 degree in the same direction എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ എന്നുള്ളതാണ്. ഓക്കെ, സെയിം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 135. അപ്പോൾ ഇവിടുന്ന് ഒരു 90 കൂടി വരുമ്പോൾ ചെങ്ങായി ഇവിടെ എത്തി. 90ക്ക് 45 കൂടുമ്പോൾ ചെങ്ങായി ഇവിടെ എത്തി. അപ്പോൾ ഇങ്ങോട്ടാണ് ഇപ്പം തിരിഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, തിരിയുന്നേ ഉള്ളൂ. He then turns 270 degree in the clockwise. ഇവിടെയുള്ള ഒരാൾ 270 ഡിഗ്രി ക്ലോക്ക് വൈസിലേക്ക് തിരിയാന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് 270 പറഞ്ഞാൽ 3 90 ആണ്. ഓക്കെ, 3 90 ആണ് നമ്മൾ 2. അപ്പം ഒരു 90 എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ആയിരിക്കും. അപ്പം അടുത്ത 90 180 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും. അടുത്ത 90 270 എന്ന് പറയുമ്പോൾ വിൽ ബി ഹാവിങ് ഇവിടെ ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ വി ഹാവ് ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ ആസ് നോർത്ത് ഈസ്റ്റ് അല്ലേ. നോർത്ത് ഈസ്റ്റ് പണ്ട് നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല അല്ലേ. അതുപോലെ തവാങ്ങിലും സിക്കിമിലും മേഘാലയയിലൊക്കെ പോലൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഓക്കെ, സോ വി ഹാവ് നോർത്ത് ഈസ്റ്റ്. ഇങ്ങനെയാണ് അതുണ്ടാവും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, മൂവ് ചെയ്യുന്നൊന്നുമില്ല. നിന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ഈ ഒരു തിരിച്ചിലേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഈ തിരിച്ചിൽ എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് ചെയ്തിട്ടുള്ളത്. സോ വിൽ ബി ഹാവിങ് ഓപ്ഷൻ എ, നോർത്ത് ഈസ്റ്റ് ആസ് എ കറക്റ്റ് ആൻസർ. വി ഹാവ് ഓപ്ഷൻ എ, നോർത്ത് ഈസ്റ്റ് എന്നുള്ളതായിരിക്കും കറക്റ്റ് ആൻസർ ഉണ്ടാവുക. സോ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയാം. നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. ഈ ചെങ്ങായി നോർത്ത് ഡയറക്ഷനിൽ ടേൺ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് ഉള്ളത്. 90 ഡിഗ്രീസ് ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് തിരിഞ്ഞു പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ക്ലോക്കിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഇത് നേരെ 90 ഡിഗ്രി തിരിഞ്ഞു പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിയുന്ന നേരെ ഇങ്ങോട്ടാവും. പിന്നെ ചെങ്ങായി 135 ഡിഗ്രി തിരിഞ്ഞു. ഈ 135 ഡിഗ്രി എന്ന് പറയുമ്പോൾ ആദ്യം 90 പിന്നെ 45 അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ 90 തിരിയുമ്പോൾ ഇവിടെ എത്തും. 145 തിരുമ്പോൾ ഐക്കർ 45 കൂടി ആകുമ്പോൾ ചെങ്ങായി ഇവിടെ എത്തും. ആ പോയിന്റിൽ നിന്ന് അവന് പിന്നെ 270 തിരിഞ്ഞത്. 270 തിരിഞ്ഞത്. നിങ്ങൾക്ക് ഇവിടുന്ന് 90 എങ്ങനെ ഇവിടെ എത്താന്ന് കൺഫ്യൂഷൻ ഇങ്ങനെ ആലോചിച്ചാൽ 270 അല്ല തിരിഞ്ഞ്. അപ്പൊ ഇവന് ചെങ്ങായി തിരിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ 45 ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഈ 45 ഇവിടെ എത്തുമ്പോൾ 90 കൂടിയായി 135 ഈ 135 ഇവിടെ എത്തുമ്പം 90 കൂടി ആയാൽ ഓക്കെ എത്രയായി? 225 പിന്നെ 270 ഓക്കെ, ഒരു 45 കൂടിയും പോകണം. അപ്പം ഇതിൻ്റെ നടുവിൽ വരും. ഇവിടെ എങ്ങനെ വരും? ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മളെ തവാങ് നോർത്ത് ഈസ്റ്റ് അല്ലേ. വി ഹാവ് നോർത്ത് ഈസ്റ്റ്. ഓപ്ഷൻ എ, നോർത്ത് ഈസ്റ്റ് ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ, നോർത്ത് ഈസ്റ്റ് എന്നുള്ളതായിരിക്കും നമുക്ക് കറക്റ്റ് ആൻസർ ആവുക. Okay, then moving to the next question. Turn.
ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമാണോ വരിക എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അടുത്ത ചോദ്യം അതാ. അപ്പോൾ ഈ ടൈപ്പ് മാത്രമല്ല എന്നുള്ള കൺഫ്യൂഷനാണ് തീരും ചെയ്യും കേട്ടോ. അങ്ങനെ ആർക്കും സംശയം ഉണ്ടെന്നാണ് ഞാൻ തോന്നുന്നത്. ഇതാ, a man walks 12 kilometers towards south and then 7 kilometers towards north. From here, he walks 5 kilometers towards his left. How far in which direction is a man with reference to his starting point? 5 kilometers northwest, 5 kilometers southwest, 5 root 2 southwest, 5 root 2 southeast. എന്തായിരിക്കും ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കാം. A man walks 12 kilometers towards south and then 7 kilometers towards north. From here, he walks 5 kilometers towards his left. How far and in which direction is a man with reference to his starting point? എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. A man walks 12 kilometers towards the south. Twelve kilometers towards south. പിന്നെ 7 കിലോമീറ്റർ ടുവാർഡ്സ് നോർത്തായി. അയ്യേ അയ്യേ പണി പണി. We have 12 kilometers towards south എന്ന് പറയുമ്പോൾ we have 12 kilometers south. 12. പിന്നെ തിരിച്ച് 7 കിലോമീറ്റർ നോർത്തിലേക്ക് തന്നെ പോയി എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു 7 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇത് 5 കിലോമീറ്റർ ആയിരിക്കും അല്ലേ? 12 ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് 7 തിരിച്ചു പോയെന്ന് പറഞ്ഞാൽ അത് 5 ആവും. ഫ്രം ഹിയർ ഈ വാക്സ് 5 കിലോമീറ്റർ ടുവാർഡ്സ് ഹിസ് ലെഫ്റ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക ചങ്ങായി, നോർത്തിലേക്കാ തിരിഞ്ഞിട്ടുള്ളത്, ഇവന്റെ ലെഫ്റ്റ് ഇവിടെ ആയിരിക്കും. 5 kilometers towards his north. Towards his left. How far in and in which direction is a man with reference to his starting point? എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഈ ഡയറക്ഷൻ ഏതാണ്, ഇത് എത്രയാണ് ഡിസ്റ്റൻസ് എന്നുള്ളതാണ് ചോദ്യം. ഈ ഡയറക്ഷൻ ഏതാണ്? How far in which direction is a man with reference to? സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ the man is in the southwest direction. മാൻ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. എത്ര ദൂരത്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എത്ര ദൂരത്താണ്? എത്ര ദൂരത്താണെന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് we have the Pythagoras theorem and the right triangle there. എന്താണ് പറയുക? മട്ടത്രികോണം. മട്ടത്രികോണത്തിൽ ഹൈപ്പോട്ടന്യൂസ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയിരിക്കും, നമുക്കറിയാം അല്ലേ? സോ നമുക്ക് എ സ്ക്വയർ ആണ് കാണേണ്ടത്. നമുക്ക് പറയാം എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ ബി സ്ക്വയറും സി സ്ക്വയറും സെയിം ആണ്, 5 ആണ്. സോ വിൽ ബി ഹാവിങ് 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. ഓക്കെ, 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ വിച്ച് ഈസ് വി ഹാവ് 50. അപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 50 എന്ന് എഴുതാൻ പറ്റും. ഇതിന് എങ്ങനെ എഴുതാൻ പറ്റും? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 2. 25 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 25 ഇൻറ്റു 2. അപ്പൊ 25ന്റെ റൂട്ട് എത്ര നമുക്കറിയാം? 5 ആണ്. റൂട്ട് 2ന്റെ നമ്മൾ റൂട്ട് 2 തന്നെ എഴുതി 5 റൂട്ട് 2.
We'll be having southwest-ലാണ് 5√2 ആണ്. Okay, we have southwest-ലാണ് 5√2 ആയിരിക്കും. Option C will be the correct answer. We have southwest and okay, we have 5√2 as a correct answer. ഓൺലി ഡൗട്ട് ചിലപ്പോൾ ഉണ്ടാവുക ഈ ഒറ്റൊരു കാര്യത്തിലായിരിക്കും. ഓക്കെ, നമുക്കറിയാം, ഞാൻ മുമ്പത്തെ സ്ലൈഡ് എടുത്തത് തന്നെയാണ്. A² ഈസ് ഈക്വൽ ടു സ്പേസിന് വേണ്ടിയിട്ട് എടുത്തതാണ്. 5² + 5² എന്ന് ചെയ്യുമ്പോൾ A² ഈസ് ഈക്വൽ ടു 25 + 25, ദാറ്റ് ഈസ് A² ഈസ് ഈക്വൽ ടു 50, ദാറ്റ് ഈസ് A² ഈസ് ഈക്വൽ ടു 25 × 2. അത് മുകളിൽ നിന്ന് അങ്ങനെ ചെയ്താൽ A ഈസ് ഈക്വൽ ടു √of 25 × 2, which is A is equal to 5√2. Yeah, A is equal to okay 5√2. This will be the ഇങ്ങനെയാണ്. അപ്പോൾ 5√2 ആണ് ആ ഡിസ്റ്റൻസ് ഉണ്ടാവുക. ഓക്കെ, ഇത് നമ്മളെ ഹൈപ്പോട്ടന്യൂസ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആ ഒരു ആസ്പെക്റ്റിലേക്ക് വരുന്ന ഒരു സംഭവമാണ്. സോ വിൽ ബി ഹാവിങ് 5√2 as a correct answer. Okay, I hope it's clear. അയ്യാ, ടുവാർഡ്സ് നോർത്ത് എന്ന് പറയുമ്പം ആ ഡയറക്ഷനിലേക്ക് പോവാം. ഈ ഒരിക്കലും ടുവാർഡ്സ് നോർത്ത് ഒരാൾ നോർത്തിൽ എത്തൂലല്ലോ. നോർത്തിൽ എത്തുക എന്ന് പറഞ്ഞൊരു സംഭവമല്ലല്ലോ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കമ്പാരിറ്റീവ്ലി. അതായത് ഇവിടെ നിൽക്കുന്ന ഇങ്ങള് ഇങ്ങോട്ട് പോകുമ്പോഴാണ് നോർത്ത്. ഓക്കെ, ഇവിടെ നിൽക്കുന്ന ഇങ്ങക്ക് ഇത് നോർത്താണ്, പക്ഷെ ഇവിടെ നിൽക്കുന്ന ഇങ്ങക്ക് ഇത് സൗത്താണ്. ഇത് രണ്ടും നോക്കിയാണെങ്കിൽ ഒരേ സ്ഥലം. ഇത് രണ്ടും ഒരേ സ്ഥലം. ഇവിടുന്ന് നോക്കുമ്പോൾ അത് നോർത്താണ്, ഇവിടുന്ന് നോക്കുമ്പോൾ അത് സൗത്താണ്. ഇപ്പം ഈ നോർത്തിലേക്ക് എത്തുക സൗത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞൊരു സംഭവമല്ല. നമ്മൾ സൗത്തിലേക്ക് പോവുക നോർത്തിലേക്ക് പോവുക എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ. വേറെ എന്തിനെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ സൗത്തിലേക്ക് എത്തൂ. ക്ലിയർ? യാ. മൂവിങ് ടു യാ, നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടിയും ചെയ്യാം. വിൽ ബി വൈൻഡിങ് അപ്പ് ആഫ്റ്റർ ദാറ്റ്. Question number 6. A woman walks 100 meters towards north, then she turns her left and walks 50 meters. Again turns left and walks 120 meters. Finally, she turns to her right at an angle of 45 degrees and starts walking. In which direction the woman walking now? What will be the answer? അപ്പം എന്ത് ചെയ്യാം? A woman walks 100 meters towards north. She turns to her left and walks 50 meters. ചെറുതല്ല. ഓക്കെ, നോക്കാം. ഡിസ്റ്റൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ. Again turns left and walks 120 meters. Again turns left and walks 120 meters. കാരണം ഇത് 100, ഇത് 20, 120 meters. Finally, she turns to her right at an angle of 45 degrees and starts walking. ഇവിടെ ഉള്ള ഇങ്ങോട്ട് നോക്കുന്ന ഒരാള് അവരുടെ റൈറ്റിലേക്ക് തിരിഞ്ഞ് 45-ൽ പോകുന്നു. ഓക്കെ, അവരുടെ റൈറ്റിലേക്ക് തിരിഞ്ഞ് 45-ലേക്ക് പോകുന്നു. What will be the direction? Okay, we'll be moving in this direction.
In which direction Digyan starts walking, turns to her right at an angle of 45? ഇവിടെ ഇരിക്കുന്ന ഒരാള് റൈറ്റിലേക്ക് 45 തിരിഞ്ഞു. എങ്ങോട്ടായിരിക്കും നടക്കുന്നത്? നോർത്ത് വെസ്റ്റ് എന്നല്ല വരിക. അവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ സൗത്ത് വെസ്റ്റിലാണുള്ളത്. പിന്നെ ആൻസർ കീയിൽ എന്താ? സൗത്ത് വെസ്റ്റ് ആണോ? A woman walks 100 meters towards north, then she turns to her left and walk 50 meters, again turns left and walk 120 meters. Finally, she turns to her right at an angle of 45 degrees and starts walking. In which direction is a woman walking now? പക്ഷെ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് എ വുമൺ? എങ്ങോട്ടാണെന്നല്ല ചോദിച്ചിട്ടുള്ളത്. സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. നോർത്ത് വെസ്റ്റ് അല്ലാവോ സൗത്ത് വെസ്റ്റ് ആവാനോ സാധ്യത തോന്നുന്നുണ്ടോ? ഫ്രം സൗത്ത് ഇതിന്റെ അപ്പുറത്ത് കടന്നാനേ നോർത്ത് ആവും. യെസ്. അങ്ങനെ ഉണ്ടോ? 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തിരിയുന്ന ആള് 90 അങ്ങോട്ട് 40 അങ്ങോട്ട് തന്നെയല്ലേ? സൗത്ത് വെസ്റ്റ് ആണ് എന്നുള്ളതിന് വ്യക്തമായ എക്സ്പ്ലനേഷൻ ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് നോർത്ത് വെസ്റ്റ് ആണെന്നൊക്കെ തോന്നുന്നത്. ആൻസർ കീ ഉണ്ട് എന്ന് എഴുതിയിട്ട് നിങ്ങളെ വിശ്വസിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ആൻസർ കീകളൊക്കെ തെറ്റാറുണ്ട്. നമ്മൾ കുറെ പഠിച്ചൊക്കെ തുടങ്ങിയില്ലേ? ആൻസർ കീൻ്റെ തെറ്റുകളും ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റണം. ചിലപ്പോൾ ശരിയായിരിക്കാം. ഐ ഫീൽ ലൈക്ക് നോർത്ത് വെസ്റ്റ് ബട്ട് സീംസ് ലൈക്ക് സൗത്ത് വെസ്റ്റ്. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ഞാൻ നാളെ പറയാം. ടുവാർഡ്സ് നോർത്ത് ആണെന്നുള്ളത് കൊണ്ട് നോർത്ത് വെസ്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മേ ബി എ മിസ്റ്റേക്ക്, മേ ബി ഞാൻ മനസ്സിലാക്കിയ മിസ്റ്റേക്ക്. ചെക്ക് ചെയ്തിട്ട് ഐ വിൽ ബി ക്ലാരിഫൈങ് ടുമോറോ. ഒറ്റ നോട്ടത്തിൽ നോർത്ത് വെസ്റ്റ് ആണ് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ ആൻസർ കീയിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നൊക്കെ പറയേണ്ട ആരൊക്കെ, അപ്പൊ ശ്രദ്ധിക്കണം എന്നൊക്കെ അല്ലേ? വിൽ സി. ഞാൻ വെരിഫൈ ചെയ്യാം. ഞാൻ മറന്നുപോയ ഞങ്ങൾ നാളെ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളത് ഗ്രൂപ്പിൽ തന്നെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്താൽ മതി. ഞാനൊന്ന് നോക്കാം. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ, ഏജ് റിലേറ്റഡ് ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏജ് ഓഫ് ദ ഫാദർ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദ എൽഡർ സൺ. 10 years hence ഏജ് ഓഫ് ദ ഫാദർ വിൽ ബി 3 times ഏജ് ഓഫ് ദ യങ്ങർ സൺ. If the difference of the ages of the two sons is 15 years, what is the age of the father? Dun, 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 dun. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തൽക്കാലം നിർത്താം. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഒന്ന് എടുത്തോളൂ. നമുക്കൊന്ന് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ല, ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ദിസ് ക്വസ്റ്റ്യൻ, ദിസ് PPT ഈസ് ബീങ് പ്രിപ്പയർഡ് ബൈ നമ്മുടെ ടീം മെമ്പർ. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ആളുകൾ. അപ്പോൾ ജസ്റ്റ് കളർ എടുക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടോ മാറിയാലോ തെറ്റാം. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. പ്രശ്നമല്ല. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ
Screenshot. Yeah. Age of the father is twice that of the elder son. 10 years and the age of the father will be 3 times the age of the younger son. If the difference of the ages of the two sons is 15 years, what is the age of the father? Google says northwest, ChatGPT says southwest എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വിച്ച് പ്രമാണ യു പ്രിഫർ അല്ലേ? നിങ്ങളെ ഫിലോസഫി പ്രകാരം ഏതൊക്കെ പ്രമാണങ്ങളാണ് വാലിഡ് സോഴ്സ് ഓഫ് നോളജ് എന്നുള്ളതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ എൻ എക്സാം, okay, as per our philosophy, ChatGPT and Google are not the ultimate pramanas. Okay, it has to convince us too. So that's it. Yeah. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്കൊരു സിമ്പിൾ ലോജിക് ഉണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ ബേസിക്കലി വിൽ ബി ഹാവിങ് വാട്ട് വി കൻ സേ ഫാദർ സൺ ആണെങ്കിൽ ഒരാളുടേത് എക്സും ഒരാളുടേത് വൈയും ഇട്ട് കൊടുത്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരാളുടേത് എക്സും ഒരാളുടേക്ക് വൈയും എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റും, ഈസിയാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 സണ്ണുണ്ട്. ഓക്കെ, ഇവിടെ 2 സണ്ണുണ്ട്. ഓക്കെ, 2 സണ്ണുണ്ട് എന്ന് ചോദിച്ചാൽ SON. ഓക്കെ, 2 സണ്ണുണ്ട്, ഒരു ഫാദറും ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സും വൈയും എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. XYZ 3 ആളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുകയാണ് നല്ലത്. ഓക്കെ, റിവൈസ് ചെയ്ത് നോക്കുകയാണ് നല്ലത്. എന്താണ് റിവൈസ് ചെയ്ത് നോക്കുക എന്ന് പറയുമ്പോൾ ഓരോ ഓപ്ഷൻ ഇട്ട് നോക്കുക. നമ്മൾ 50 അച്ഛൻ്റെ വയസ്സ് എന്ന് എടുക്കുക. അപ്പോൾ ഏജ് ഓഫ് ദ ഫാദർ ഇസ് ട്വൈസ് ദാറ്റ് ഓഫ് എൽഡർ സൺ എന്ന് പറയുമ്പം ഫാദർ എന്ന് പറയുമ്പം 50 ആണെങ്കിൽ എൽഡർ സൺ എന്ന് പറയുമ്പം അച്ഛൻ്റെ ഇരട്ടിയാണതുകൊണ്ട് എൽഡർ സൺ 25. ഓക്കെ, എൽഡർ സൺ 25. ഓക്കെ, എൽഡർ സൺ 25 എന്നുള്ളതാണ് ഓക്കെ ബേസിക്കലി വരേണ്ടത്. Then we have 10 വർഷം കഴിഞ്ഞ്, അപ്പോൾ എൽഡർ സൺ 25. പക്ഷെ ഇവിടെ ഒരു സാധനം തന്നിട്ടുണ്ട്, ഡിഫറൻസ് ഇൻ ദ ഏജസ് ഓഫ് 2 സൺ 15 ആണ്. അപ്പോൾ എൽഡർ സൺ 25 ആണെങ്കിൽ യങ്ങർ സൺ എത്ര ആയിരിക്കും? 15 ആണ് ഡിഫറൻസ് എങ്കിൽ യങ്ങർ സൺ വിൽ ബി 10. യങ്ങർ സൺ വിൽ ബി 10 അല്ലേ? ഇനി എന്താ പറഞ്ഞത്? 10 years ഹെൻസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട്. ആഫ്റ്റർ 10 years എപ്പോൾ യൂസ് ചെയ്യണമെന്നില്ല. 10 years ഹെൻസ് എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞിട്ട്. ഓക്കെ, 10 വർഷം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ വയസ്സ് എന്ന് പറയുമ്പോൾ 50 ആണെങ്കിൽ അച്ഛൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 60 ആണ്. 3 ഇരട്ടിയാണ് യങ്ങർ സണ്ണിൻ്റെ. യങ്ങർ സണ്ണിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 20 ആണ്. 60 20ൻ്റെ 3 ഇരട്ടിയാണെന്നാണോ ചോദ്യം? 60 20ൻ്റെ 3 ഇരട്ടിയാണ്. സോ ഉത്തരം 50 തന്നെയാണ്. ഓക്കെ, 60 3 ഇരട്ടിയാണ്. സോ വി ഹാവ് ആൻസർ as 50. ഓക്കെ, വി ഹാവ് ആൻസർ as 50. അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ റിവേഴ്സ് ആൻസർ. എന്തുകൊണ്ടാണ് നമ്മൾ എക്സും വൈ ഒന്നും ഇട്ട് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഫാദറും ഉണ്ട്, ഒരു എൽഡർ സണ്ണും ഉണ്ട്, യങ്ങർ സണ്ണും ഉണ്ട്. ചിലപ്പോൾ മദറും ഫാദറും സണ്ണൊക്കെ ഉണ്ട്. അങ്ങനെ 3 ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് ആൻസറിങ് ചെയ്ത് നോക്കുകയാണ് നല്ലത്. ഓക്കെ, റിവേഴ്സ് ആൻസറിങ് ചെയ്ത് നോക്കുകയാണ് നല്ലത്. സോ ബേസിക്കലി വി ഹാവ് 1 2 ആണെങ്കിൽ നമുക്ക് എക്സ് ഇട്ട് നോക്കാവുന്നതാണ്. സോ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളൊരു കേസ് ഫാദറും സണ്ണും തുല്യം. നമ്മൾ റിവേഴ്സ് ആൻസർ ഓപ്ഷൻ ഓരോന്ന് ഇട്ട് കൊടുക്കും, ശരിയാണെന്ന് നോക്കാം. 50 ഇട്ട് കൊടുക്കും. അപ്പം 50 ഇട്ട് കൊടുക്കുമ്പോൾ ഫാദർ 50 ആണെങ്കിൽ എൽഡർ സൺ അതിൻ്റെ പകുതിയാണ്, 25 കിട്ടും. എൽഡർ സണ്ണും യങ്ങർ സണ്ണും ഉള്ള വ്യത്യാസം 15 ആയതുകൊണ്ട് യങ്ങർ സണ്ണ് എത്ര നമുക്ക് കിട്ടും? യങ്ങർ സണ്ണ് 10 ആണെന്ന് കിട്ടും. 10ഉം 15ഉം ആണല്ലോ 25 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 10 കൊല്ലം കഴിഞ്ഞാൽ ഫാദർ 60 കിട്ടും. 10 കൊല്ലം കഴിഞ്ഞാൽ സണ്ണ് 20 കിട്ടും. ഇത് ഇതിൻ്റെ 3 ഇരട്ടിയാണെന്ന് കിട്ടും. ഇനി നമ്മൾ 45 ഇട്ട് നോക്കാം. നിങ്ങൾക്ക് ഇതാണ് കൺഫ്യൂഷൻ എങ്കിൽ 45 ഇട്ട് നോക്കുമ്പോൾ ഏജ് ഓഫ് ദ ഫാദർ ഇസ് ട്വൈസ് ദാറ്റ് ഓഫ് എൽഡർ സൺ. അപ്പോൾ ഫാദറിൻ്റെ 45 ആണെങ്കിൽ സണ്ണിൻ്റെ 22.5 ആണ്. നോർമലി ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യനിൽ ഈ ഹാഫ് വയസ്സ് വരാറില്ല. ശരിക്കും മനുഷ്യന് ഹാഫ് വയസ്സുണ്ടെങ്കിലും വരാറില്ല. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇത് രണ്ടും അപ്പം തന്നെ ഒഴിവാക്കാം. വന്നേക്കാം, കാരണം ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് 40. 40 ഇട്ട് കൊടുക്കും. അപ്പോൾ ഫാദറിൻ്റെ ഏജ് 40 ആണെങ്കിൽ സണ്ണിൻ്റെ ഏജ് എത്ര? 20, പകുതി എൽഡർ സണ്ണിൻ്റെ. യങ്ങർ സണ്ണിൻ്റെ 15 വയസ്സ് മൂത്തതാണ് എൽഡർ സണ്ണ്. അപ്പം യങ്ങർ സണ്ണിൻ്റെത് എന്ന് പറയുമ്പം 20 15 കുറച്ചാൽ 5. 10 കൊല്ലം കഴിഞ്ഞാൽ ഫാദറിൻ്റെ വയസ്സ് 50, സണ്ണിൻ്റെ വയസ്സ് 15. ഈ 15 50 15ൻ്റെ 3 ഇരട്ടിയാണോ? 3 ഇരട്ടിയല്ല.
അപ്പം 40 അല്ല. അപ്പോൾ അതായത് നമ്മൾ ഓരോരോ ഓപ്ഷൻ ഇട്ട് കൊടുത്തിട്ട് ഓര് പറഞ്ഞ കണ്ടീഷൻ ഈ ഓപ്ഷനുകൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, കണ്ടീഷൻ ഈ ഓപ്ഷനുകൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇത്രയാണ് ഓക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. വിൽ ബി വൈൻഡിങ് അപ്പ് ദ ഡിസ്കഷൻ ഫോർ ദ ഡേ. പിന്നെ സൗത്ത് വെസ്റ്റ് ആണെന്ന് ഉറപ്പാന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ പോലെ എൻ്റെ വാട്സപ്പിലേക്ക് ഒന്നൊരു മെസ്സേജ് അയക്കുക കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിലൊന്ന് ഡിസ്കസ് ചെയ്ത് ഡിസൈഡ് ചെയ്താലും മതി. ഞാനും ഒന്ന് നോക്കാം എന്തുകൊണ്ടാണ് സൗത്ത് വെസ്റ്റ് ഉറപ്പ്. മേ ബി ആവാട്ടോ, പെട്ടെന്നൊരു പ്രത്യേക രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണല്ലോ. ബേസിക്കലി ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി വരാറില്ല. ചിലപ്പോൾ നിങ്ങളെ കൂടെ അങ്ങനെ ചെയ്യാം. സോ ചിലപ്പം കൺഫ്യൂഷൻസ് ഉണ്ടാവാം. വിൽ ബി കറക്റ്റിംഗ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഇതിൻ്റെ PDF PYQ ഡിസംബർ 2021 ഫോൾഡറിൽ തരാം, ഞാൻ കൊടുക്കാം. That's it. This is the 5th question. അപ്പോൾ നാളെ സെഷൻ ഉണ്ടാവുക. നാളെ വൈകിട്ട് 4 മണിക്ക് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ലിങ്ക് ജാറഫിസം ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ നോർമൽ പേപ്പർ ഓൺ ഗ്രൂപ്പിലല്ല ലിങ്ക് വരിക, ജാറഫിസം ഗ്രൂപ്പിലാണ് ഉണ്ടാവുക. 4 മണിക്ക് തുടങ്ങുന്ന സെഷൻ ചിലപ്പോൾ 7 മണി 7:15 തീരും. എന്നിട്ട് നിങ്ങൾക്കൊരു 7:30 നോർമൽ സെഷൻ ഉണ്ടാവും, മാത്സ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അതിൻ്റെ ലിങ്ക് വരിക നിങ്ങളെ പേപ്പർ വൺ ഗ്രൂപ്പിൽ തന്നെയാണ് വരിക. അതും ജാറഫീസ് ഇട്ടൂലോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും പേപ്പർ വണ്ണിൽ നിങ്ങളുടെ ജാറഫീസ് എടുത്തുകൊണ്ട് വന്നിട്ടാൽ മതി കേട്ടോ. ഓക്കെ, അത് പേപ്പർ വണ്ണിൻ്റെ ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടില്ല PYQൻ്റെ ഡിസ്കഷൻ പേപ്പർ വണ്ണിൻ്റെ ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. ജാറഫീസത്തിൻ്റെ ഡിസ്കഷൻ ജാറഫീസത്തിലാണ് ഉണ്ടാവുക. കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക. ഈവൻ നമ്മളൊരു 6-7 മണിക്കൂർ ക്ലാസ് എടുക്കുകയാണെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് റെക്കോർഡിങ്ങോ വേറെ എന്തെങ്കിലും പർപ്പസുകളൊക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഒരു 2-2.5-3 മണിക്കൂറിനുള്ള നമ്മൾ ലിങ്ക് ഒന്ന് കട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അത് പിന്നീട് ആവശ്യം വരികയാണെങ്കിലോ എന്ന് കരുതിയിട്ട് ദാറ്റ്സ് ഇറ്റ്. അപ്പം നാളെ കാണാം. അപ്പം ആവശ്യത്തിനൊക്കെ ഒന്ന് രാവിലെയൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ ഒന്ന് വരിക. ഓക്കെ, നാളെ ചിലപ്പോൾ നമുക്ക് കുറച്ച് നേരം ഉറക്കമൊക്കെ വയ്ക്കാം. വിൽ സി. വെറുതെ അൺപ്രൊഡക്റ്റീവായിട്ട് ഉറക്കം വയ്ക്കൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിൽ കണ്ടിന്യൂ. എൽസ് വിൽ സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, വിൽ ക്ലോസ് ഇറ്റ്. ഡോണ്ട് വറി. സോ സീ യു ടുമോറോ. താങ്ക് യു.